JSK സിനിമാ വിവാദത്തിൽ സെൻസർ ബോർഡ് തീരുമാനം അറിയിക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. റിവൈസിംഗ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അറിയിക്കാനാണ് സെൻസർ ബോർഡിനുള്ള നിർദ്ദേശം. ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതി വീണ്ടും ഹർജി പരിഗണിക്കും. വിവരങ്ങളുമായി ഷബ്ന സിയാദ് നമുക്കൊപ്പം ചേരുകയാണ്. ഷബ്ന, ഇന്ന് റിലീസാകേണ്ട ചിത്രമായിരുന്നു. ഇപ്പോൾ സെൻസർ ബോർഡിനോട് അടിയന്തരമായ റിപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ തീരുമാനം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാകുമോ ഈ മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ? ബിനിൽ, ഈ കഴിഞ്ഞ ദിവസം ഈ ഹർജി കോടതിയുടെ പരിഗണനയിലെത്തുമ്പോൾ ഈ റിവൈസിംഗ് കമ്മിറ്റി യോഗം ചേരുകയാണ്. അതുകൊണ്ട് റിവൈസിംഗ് കമ്മിറ്റിയുടെ യോഗം ചേർന്ന ശേഷം അതിൻ്റെ തീരുമാനം അറിഞ്ഞ് അതിനുശേഷം ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കാം എന്നായിരുന്നു ജസ്റ്റിസ് എൻ നാഗരേഷ് വ്യക്തമാക്കിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ റിവൈസിംഗ് കമ്മിറ്റി യോഗം ചേർന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഇന്നിപ്പോൾ ഹർജി പരിഗണിക്കുമ്പോൾ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടത്. അല്പസമയം മുമ്പാണ് ഈ ഹർജി കോടതി പരിഗണിക്കുന്നത്. റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനം എന്താണ് എന്നത് വ്യക്തമാക്കാൻ കോടതി നിർദ്ദേശിച്ചു. അതിനുശേഷം ഈ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ശേഷം 1:45 ഹർജി വീണ്ടും പരിഗണിക്കാം എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഒരു പക്ഷേ റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ച് ഇന്നിപ്പോൾ കോടതി ഇതിൽ ഒരു തീരുമാനം പറയാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ സിനിമയുടെ പേരുമായി ബന്ധപ്പെട്ട് ഈ റിവൈസിംഗ് കമ്മിറ്റി കൃത്യമായി നിർമ്മാതാക്കളെ രേഖാമൂലമല്ലെങ്കിലും വാക്കാൽ അറിയിച്ചിട്ടുള്ളത് ഈ പേര് മാറ്റണം എന്ന് തന്നെയാണ്. പേര് വലിയ പ്രശ്നമാണ് എന്ന രീതിയിലുള്ള രേഖാമൂലമല്ലാതെ അറിയിച്ചിട്ടുണ്ട്. അനൗദ്യോഗികമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയിച്ചു എന്ന് നിർമ്മാതാക്കൾ തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്താണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ കോടതിയിലും ഇതേ നിലപാട് തന്നെയായിരിക്കും. റിവൈസിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ സെൻസർ ബോർഡ് അറിയിക്കാനുള്ള സാധ്യത. ഇതനുസരിച്ചായിരിക്കും കോടതിയുടെ തീരുമാനം. കോടതി ഏതായാലും ഇതിൽ മറ്റ് കമന്റുകൾ ഒന്നും തന്നെ ഇന്ന് പറഞ്ഞിട്ടില്ല. റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനം വരട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം എന്നാണ് ജസ്റ്റിസ് എൻ നാഗരേഷ് വ്യക്തമാക്കിയത്. ഏതായാലും 1:45 ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ 1:45 എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ഷബ്ന സിയാദ് ചൂണ്ടിക്കാട്ടിയത് അനുസരിച്ച് 1:45 കൂടി ഈ കേസ് വീണ്ടും പരിഗണിക്കുകയാണ്. അപ്പോൾ JSK സിനിമയുമായി ബന്ധപ്പെട്ട കാര്യം കോടതി ഏത് വിധത്തിൽ പരിഗണിക്കുന്നു എന്ന കാര്യത്തിൽ വ്യക്തമാകും. കോടതി ഇടപെടുമോ അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് റിലീസിംഗ് അനുമതി നൽകുമോ എന്നീ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.